Hi all, variation of parameters is an alternative method to find the solution of a non-homogeneous linear differential equations. നമ്മൾ non-homogeneous linear differential equation സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു മെത്തേഡ് പറയാണ്. So we know that the general form of the non-homogeneous linear differential equation is y dash plus p of t into y equal to g of t. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഇക്വേഷൻ തന്നെ സെറ്റ് ചെയ്യാം ബൈ സെറ്റിംഗ് ജി ഓഫ് ടി ഈക്വൽ ടു 0. സോ നമ്മളുടെ ഈ ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു y ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് പി ഓഫ് ടി ഡി ടി ആണ്. സോ ഞാൻ ഇതിനെല്ലാത്തിനും ഇക്വേഷൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ്റെ ഹെൽപ്പോടുകൂടെ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെയും കൂടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ജനറൽ സൊല്യൂഷൻ, ഈ ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു സൊല്യൂഷൻ ഉണ്ട്, ആ സൊല്യൂഷൻ ഈ ഫോമിലായിരിക്കും എന്നാണ്. y ഈക്വൽ ടു യു ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നത് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനിൽ നിന്നും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ നമുക്ക് ഇവിടെ ഇങ്ങനൊരു സൊല്യൂഷൻ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഈ യു ഓഫ് ടിയുടെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇതൊരു സൊല്യൂഷൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അതായത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1ൻ്റെ ഒരു സൊല്യൂഷനാണിത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1, അതായത് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്കതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് y ഡാഷ്, അതായത് ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈക്ക് പകരം യു ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻ്റഗ്രൽ മൈനസ് പി ഓഫ് ടി ഡി ടി ഈക്വൽ ടു ജി ഓഫ് ടി. സോ ഇവിടുത്തെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് പി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി ഇ റേസ് ടു മൈനസ് പി ഓഫ് ടി ഡി ടി ഈക്വൽ ടു ജി ഓഫ് ടി. ഈ രണ്ട് ടേമും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറി യു ഡാഷ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി ഈക്വൽ ടു ജി ഓഫ് ടി. നമുക്ക് ഇവിടുന്ന് ഈ പവറിൻ്റെ എക്സ്പോണൻഷ്യൽ ടൈമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ യു ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി ഈക്വൽ ടു ജി ഓഫ് ടി. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു ഓഫ് ടി എന്താണെന്ന് കിട്ടും. ദറ്റ് ഈസ് യു ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ജി ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു യു ഓഫ് ടിയുടെ റോള് കണ്ടുപിടിച്ചാൽ മതി നമുക്ക് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും സജസ്റ്റ് ചെയ്യുന്ന നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം ഇതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതിൽ യു ഓഫ് ടി ഇവിടെ എന്താണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ വൈ എന്താണെന്ന് അറിയില്ലേ. സോ ഹെൻസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് 1 ഈസ് y ഈക്വൽ ടു യു ഓഫ് ടി. ഇതാണ് നമ്മളുടെ യു ഓഫ് ടി. യു ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി. ഓക്കെ, y ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ജി ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി പ്ലസ് കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് പി ഓഫ് ടി ഡി ടി. ദിസ് ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ ദ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. Apply the method of variation of parameters to solve the differential equation y dash minus y equal to 3 e raised to x. So, നമുക്ക് solution നോക്കാം. The given differential equation is y dash minus y equal to 3 e raised to x. First, consider the corresponding homogeneous linear differential equation. Consider the corresponding homogeneous linear differential equation. That is y dash minus y equal to 0. The solution of this equation is solution of the homogeneous linear differential equation. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ p of x എന്ന് പറയുന്നത് -1 ആണ്. സോ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? y ഈക്വൽ ടു c ഇൻറ്റു ഇ റേസ് ടു മൈനസ് പി ഓഫ് എക്സ് ഡി എക്സ് ആണ്.
സോ ഇവിടെ വരുമ്പം y ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻ്റഗ്രൽ -1 dx. ദാറ്റ് ഈസ് സി ഇൻറ്റു ഇ റേസ് ടു എക്സ്. സോ നമ്മുടെ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു എക്സ് ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജനറൽ സൊല്യൂഷൻ, അതായത് ഇത് സജസ്റ്റ് ചെയ്യുന്ന ജനറൽ സൊല്യൂഷൻ എങ്ങനെ എടുക്കാം? ലെറ്റ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് 1 is b1. Let the general solution of 1 be y equal to some u of x into e raised to x. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു 1ൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് നമ്മളുടെ 1 എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായിരുന്നു? y ഡാഷ് മൈനസ് y ഈക്വൽ ടു 3 ഇ റേസ് ടു എക്സ്. സോ ഇവിടെ y ഈക്വൽ ടു ഇതാണ്. സോ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് d ബൈ ഡി എക്സ് ഓഫ് യു ഓഫ് എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് യു ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 3 ഇ റേസ് ടു എക്സ് എന്ന് കിട്ടും. ഇവിടെ നമുക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം? യു ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് e raised to x into u dash of x, e raised to x into u dash of x minus u of x into e raised to x equal to 3 e raised to x. ഇവിടെ നമുക്കിതാ ഈ ഒരു ടേമും ക്യാൻസൽ ചെയ്തു പോകും. സോ നമുക്ക് കിട്ടുന്നത് u dash of x into e raised to x equal to 3 e raised to x. ഇവിടെ നമുക്ക് u dash of x equal to 3 എന്ന് കിട്ടും. u dash of x equal to 3. That is u of x equal to, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി, ഇൻ്റഗ്രേറ്റിംഗ് u of x equal to 3x plus k എന്ന് കിട്ടും. അതായത് നമ്മളുടെ u of x കിട്ടി. സോ നമുക്ക് ഈ y എന്ന് പറയുന്ന ഈ ഫംഗ്ഷനിൽ നമ്മളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഹെൻസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് y ഈക്വൽ ടു u of x ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്നായിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു y ഈക്വൽ ടു 3x plus k ഇൻറ്റു ഇ റേസ് ടു എക്സ്. This is the general solution of the given non-homogeneous linear differential equation. So next problem, apply the method of variation of parameters to solve the differential equation y dash minus 2 by t y equal to t square cos 3t. Solution നോക്കാം. The given differential equation is y dash minus 2 by t y equal to t square cos 3t. So the corresponding homogeneous differential equation is y dash minus 2 by t y equal to 0. Hence we want to find the solution of this homogeneous differential equation. So here p of t equal to minus 2 by t. Then solution is y equal to c into e raised to minus integral p of t dt, that is equal to c into e raised to minus integral minus 2 by t dt, that is equal to c into e raised to log 2 log mod t, that is equal to c e raised to log t square, that is equal to t square. That is our solution is y is equal to t square, c t square. Where c is a constant. Now let the general solution of the non-homogeneous differential equation 1 be of the form y equal to u of t into t square. ഇതൊരു സൊല്യൂഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ഹോൾഡ് ചെയ്യും. സോ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? y ഡാഷ് മൈനസ് 2 by t ഇൻറ്റു y ഈക്വൽ ടു ടി സ്ക്വയർ കോസ് 3t ആണ്. സോ ഇതിൻ്റെ സൊല്യൂഷനാണ് ഈ ഒരു തന്നിരിക്കുന്ന ഇക്വേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഇക്വേഷൻ ഹോൾഡ് ചെയ്യുമെങ്കിൽ നമുക്കിതിനെ d by dt ഓഫ് u of t t square minus 2 by t into u of t t square
ഈക്വൽ ടു ടി സ്ക്വയർ കോസ് 3t എന്നെഴുതാം. ഇനി നമ്മൾ ഇവിടെ ഡി ബൈ ഡി ടു ഇതിനെ ഒന്ന് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് യു ഓഫ് ടി ഇൻറ്റു 2t പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു യു ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 2/t ഇൻറ്റു യു ഓഫ് ടി ഇൻറ്റു ടി സ്ക്വയർ ഈക്വൽ ടു ടി സ്ക്വയർ കോസ് 3t. ഓക്കെ, ഇവിടുന്ന് ഇത് ക്യാൻസൽ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ടി എന്ന് കിട്ടും. സോ ഈ ഒരു ടേമും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. സോ നിങ്ങൾക്ക് ടി സ്ക്വയർ ഇൻറ്റു യു ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ കോസ് 3t എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് യു ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നതിന് നമുക്ക് ഇവിടുന്ന് യു ഡാഷ് ഓഫ് ടി എങ്ങനെ എഴുതാം? യു ഡാഷ് ഓഫ് ടി ഈക്വൽ ടു കോസ് 3t എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് യു ഓഫ് ടി എങ്ങനെ എഴുതാം? യു ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് യു ഓഫ് ടി കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 3t ഡിവൈഡഡ് ബൈ 3 പ്ലസ് കെ. സോ നമ്മളുടെ ജനറൽ സൊല്യൂഷൻ ഓഫ് 1 എന്ന് പറയുന്നത് എന്തായിരുന്നു? y ഈക്വൽ ടു യു ഓഫ് ടി ഇൻറ്റു ടി സ്ക്വയർ ആയിരുന്നു. സോ നമുക്ക് ഇവിടെ എത്തും എന്ത് കിട്ടും? യു ഓഫ് ടി നമ്മൾ കണ്ടുപിടിച്ചു. സോ ജനറൽ സൊല്യൂഷൻ ഓഫ് 1 ഈസ് y equal to sin 3t divided by 3 plus k into t square. Okay, thank you.